നമ്മുടെ സ്വന്തം മമ്മൂക്കേനെ മെഗാസ്റ്റാർ മമ്മൂട്ടിയാക്കിയ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവേ ഉള്ളൂ. അത് ന്യൂഡൽഹിയാണ്. നമുക്കറിയാം, ന്യൂഡൽഹി റിലീസാവുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം 86-87 കാലഘട്ടങ്ങളിൽ മമ്മൂക്കയുടെ സമയം മോശമായിരുന്നു. അതായത് മമ്മൂക്കയുടെ ഒരുവിധം സിനിമകളെല്ലാം ഫ്ലോപ്പായി നിൽക്കുന്ന ഒരു സമയമാണ്. എന്നിട്ട് മമ്മൂക്കേനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അതിൻ്റെ നിർമ്മാതാക്കളും സംവിധായകൻ ജോഷിയും തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫൊക്കെ കൂടി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ന്യൂഡൽഹി ചെയ്തതും മമ്മൂക്കയെ തിരിച്ചു കൊണ്ടുവന്നത്. മമ്മൂക്കയെ പോലെ തന്നെ ആ സിനിമയിൽ അഭിനയിച്ച മറ്റൊരു നടനും ആ ഒരു സിനിമ ഒരു തിരിച്ചുവരവായിരുന്നു. ആ നടനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ന്യൂഡൽഹിയുടെ കഥ പറയുമ്പോൾ ശരിക്കും ഇവർ ഡെന്നിസ് ജോസഫ് അന്ന് ഉദ്ദേശിച്ചിരുന്നത് ഇപ്പം നമ്മൾ കാണുന്ന ന്യൂഡൽഹിയുടെ കഥയല്ലായിരുന്നു. ശരിക്കും ഒരു വടക്കൻ പാട്ട് അല്ലെങ്കിൽ അതുപോലത്തെ നമ്മുടെ പയ്യമ്പള്ളി ചന്തു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു പടയോട്ടൊക്കെ പോലത്തെ ഉള്ള ഒരു സിനിമയാണ് പ്ലാൻ ചെയ്തിരുന്നത്. ശരിക്കും ഇവർ അന്ന് വടക്കൻ വീരഗാഥയൊന്നും അതിൻ്റെ ഒരു ആലോചനയൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അന്ന് കുറച്ച് ബഡ്ജറ്റൊക്കെ വരും, എങ്കിലും ഒരു മമ്മൂക്കനെ തിരിച്ചു കൊണ്ടുവരാം, ഇതുപോലത്തെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഡെന്നിസ് ജോസഫ് അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് കടത്തനാടൻ അമ്പാടി എന്ന് പറയുന്ന പ്രിയദർശൻ്റെ ഒരു സിനിമയുടെ ഒരു പ്ലാനിങ് വരുന്നത്. അപ്പോൾ അത് അനൗൺസ്മെന്റ് വന്നു. അപ്പോൾ മോഹൻലാൽ പ്രിയദർശൻ്റെ കടത്തനാടൻ അമ്പാടി വരുന്നതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സിനിമ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇവർ മാറ്റി ചിന്തിച്ചിട്ടാണ് ന്യൂഡൽഹി പോലത്തെ ഒരു സിനിമയിലേക്ക് കടന്നതും പിന്നെ സിനിമ സംഭവിച്ചതും. അപ്പോൾ ആ ഒരു സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ നമുക്കറിയാം, മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ അത് ശരിക്കും ഒരു ആക്ഷൻ മോഡിലുള്ള സിനിമയാണ്. മമ്മൂക്കയുടെ ഒരു വളരെ ശക്തമായ ഒരു ക്യാരക്ടറാണ് GK. അതിൽ പക്ഷെ മമ്മൂക്കയ്ക്ക് ഒരു കാലിനൊരു സ്വാധീനക്കുറവുണ്ട്. നമുക്കറിയാതെ ഒരു കാലിൻ്റെ ഒരു പ്രശ്നമൊക്കെ പറ്റി പിന്നീട് മമ്മൂക്ക ഇരുന്നു കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ മമ്മൂക്ക ഇറങ്ങി കളിക്കുന്നില്ല, പക്ഷെ മമ്മൂക്കയ്ക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു 4 കിടിലൻ കഥാപാത്രങ്ങൾ ആ സിനിമയിലിട്ട്. അതിലൊരു പ്രധാന കഥാപാത്രമാണ് സേലം വിഷ്ണു എന്ന് പറയുന്ന ത്യാഗരാജൻ ചെയ്ത ക്യാരക്ടർ. ശരിക്കും അന്ന് ത്യാഗരാജനും നമുക്കറിയാം 80കളിൽ 81 കാലഘട്ടങ്ങളിൽ സിനിമയിൽ വന്ന ഒരാളാണ്. അതിന് മുമ്പ് നിർമ്മാണത്തിലും ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നടൻ വിക്രമിൻ്റെ അമ്മാവനാണ്, അതൊക്കെ നമുക്കറിയാം. ത്യാഗരാജൻ ചെയ്ത ആ വേഷത്തിലേക്ക് ശരിക്കും അന്ന് സത്യരാജനായിരുന്നു. അന്ന് തമിഴിൽ സത്യരാജ് വില്ലനായിട്ട് ഇങ്ങനെ തിളങ്ങി നിന്ന് നായകനായി അങ്ങനെ കയറി വരുന്ന ഒരു സമയമാണ്. ശരിക്കും നായകനായിട്ട് അങ്ങനെ ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നടനായിട്ടില്ല സത്യരാജ്. പക്ഷെ സത്യരാജ് അന്നൊരു അവിടെ ഒരു ക്യാരക്ടറും വില്ലൻ ആർട്ടിസ്റ്റ് തന്നെയാണ്. അപ്പം സത്യരാജനെ ആ വേഷത്തിലേക്ക് വിളിച്ചപ്പോൾ സത്യരാജൻ അന്നൊരു ചെയ്യാനൊരു മടി ഉണ്ടായിരുന്നുണ്ട്. അടുത്തതാര് എന്ന് ചോദിച്ചപ്പോഴാണ് ഇവർ ത്യാഗരാജനെ ആ റോളിലേക്ക് കൊണ്ടത്. ത്യാഗരാജനും ആ സമയത്ത് നായകനായി തിളങ്ങി ഒന്ന് ഡൗൺ ആയി നിൽക്കുന്ന സമയം, നമ്മൾ ഇവിടുത്തെ മമ്മൂക്കയെ പോലെ തന്നെ ത്യാഗരാജൻ അവിടെ ഡൗൺ ആയി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെയാണ് ത്യാഗരാജനെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഒരു ക്യാരക്ടറും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഇതിൻ്റെ ഒരു രസകരമായിട്ടുള്ള കാര്യം, ഈ സിനിമയ്ക്ക് ശേഷം ന്യൂഡൽഹി പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സേലം വിഷ്ണു എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് ത്യാഗരാജൻ തമിഴിൽ 1990 ആ സിനിമ റിലീസ് ചെയ്തത്. 90 സേലം വിഷ്ണു എന്ന പേരിൽ ഇതിലൊരു പ്രീക്വൽ ആയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ന്യൂഡൽഹിയുടെ ഈ മമ്മൂക്കയുടെ ക്യാരക്ടർ ഒന്നുമില്ല, പക്ഷേ ഈ ഒരു സേലം വിഷ്ണുവിൻ്റെ ഒരു പ്രീക്വൽ എന്നുള്ള രീതിയിലാണ് ആ ഒരു സിനിമ ചെയ്തത്. പക്ഷെ ആ സിനിമ എനിക്ക് തോന്നുന്നത് അങ്ങനെ അവിടെ വൻ വിജയമൊന്നും അല്ലായിരുന്നു. ത്യാഗരാജൻ തന്നെയാണ് സംവിധാനം ചെയ്തത്. ഈ ഒരു സിനിമയ്ക്ക് ശേഷം പിന്നെ ത്യാഗരാജൻ കുറച്ച് സിനിമയൊക്കെ ചെയ്തെങ്കിലും എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും മകൻ പ്രശാന്ത് 91-92 ആയപ്പോഴേക്കും മകൻ പ്രശാന്ത് അഭിനയ രംഗത്തോട്ട് വന്നു. പിന്നെ ത്യാഗരാജൻ പ്രശാന്തിനെ നായകനാക്കിയൊക്കെ സിനിമയൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ത്യാഗരാജൻ ഈ പറയുന്ന 90 ഇറങ്ങിയ സേലം വിഷ്ണുവിന് ശേഷം ഒരു 10-15 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് അദ്ദേഹം അഭിനയ രംഗത്തോട്ട് വരുന്നത്. അതുവരെ അദ്ദേഹം മകൻ്റെ ഒരു സിനിമകളുടെ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ അതുവഴിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സഞ്ചാരം. അപ്പോൾ എനിക്ക് ന്യൂഡൽഹിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും മമ്മൂക്കയുടെ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ് എപ്പോഴും പറയാറുള്ളത്. പക്ഷേ ഈ ത്യാഗരാജൻ്റെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് അധികം ചർച്ചകൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ ന്യൂഡൽഹിയുടെ ഒരു റീമേക്ക് ചെയ്യാനായിട്ട് ശരിക്കും തമിഴിലും അന്ന് ന്യൂഡൽഹി തിയേറ്ററിൽ ഇറങ്ങി. തമിഴ്നാട്ടിൽ അന്നത്തെ തിയേറ്ററിൽ ചെന്നൈയിൽ 100 ദിവസം 150 ദിവസം ഓടിയ ഒരു മലയാള സിനിമയായിരുന്നു ന്യൂഡൽഹി. അതിന് മുമ്പ് അങ്ങനെ മലയാള സിനിമകളൊന്നും ഇത്രയധികം ദിവസം അവിടെ ഓടാറില്ല. അങ്ങനെ അത് കഴിഞ്ഞ് രജനീകാന്തിന് ആ ഒരു സിനിമ റീമേക്ക് ചെയ്യാൻ, ഹിന്ദിയിൽ റീമേക്ക് ചെയ്യാൻ താല്പര്യപ്പെട്ട് രജനീകാന്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഡെന്നിസ് ജോസഫിനെയാണ് രജനീകാന്ത് അപ്രോച്ച് ചെയ്തത്. പക്ഷേ അന്ന് ഓൾറെഡി അവർ വേറെ നിർമ്മാതാവിന് തന്നെ റൈറ്റ്സ് ഒക്കെ കൊടുത്ത് ജിതേന്ദ്രനെ നായകനാക്കിയാണ് സിനിമ ചെയ്തത്. അപ്പോൾ രജനീകാന്തിൻ്റെ ഒരു
ബ്രില്യൻസ് എന്ന് പറഞ്ഞ രജനീകാന്തിന് അന്ന് തമിഴിൽ അവർ അന്നത് റൈറ്റ്സ് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ജോഷിയും ഡെന്നിസ് ജോസഫും പറഞ്ഞു രജനീകാന്തിന്റെ അടുത്ത് നിങ്ങൾക്ക് തമിഴിൽ ചെയ്തുകൂടെ എന്ന് വെച്ചപ്പോൾ രജനീകാന്ത് പറഞ്ഞു തമിഴിൽ ഞാനൊരു സൂപ്പർ ഹീറോയാണ്, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി അടിക്കുന്നതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം. ഞാനൊരു ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് വേറെ ഗുണ്ടകളെ വിട്ട് തല്ലിക്കുന്നത് അവിടുത്തെ തമിഴ്നാട്ടിലെ ഫാൻസിന് അത് ഇഷ്ടപ്പെടില്ല, ആ സിനിമ അത് പരാജയപ്പെടും. പക്ഷെ ഹിന്ദിയിൽ എൻ്റെ ഇമേജ് അങ്ങനെയല്ല. രജനീകാന്ത് ഹിന്ദിയിൽ കുറച്ച് സിനിമകളൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിലും ഹിന്ദിയിൽ രജനീകാന്തിനൊന്നും ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നടനാവാൻ പറ്റിയിട്ടില്ല. അപ്പോൾ രജനീകാന്ത് പറഞ്ഞു എനിക്ക് ഹിന്ദിയിലാണ് ഈ റോള് കിട്ടുന്നതെങ്കിൽ എനിക്ക് ഹിന്ദിയിൽ അവിടെ എനിക്കൊരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അത് നടന്നില്ല. അത് ജിതേന്ദ്രയാണ് ആ വേഷം ചെയ്തത്. എന്തായാലും ന്യൂഡൽഹി നമുക്കറിയാം ഇന്നും മലയാളത്തിലെ ഒരു കമേഴ്ഷ്യൽ സിനിമകളുടെ ഏറ്റവും മികച്ച കമേഴ്ഷ്യൽ സിനിമകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു സിനിമ ഒരു 5 എടുത്തു കഴിഞ്ഞാൽ അതിലൊരു സിനിമ തന്നെയായിരിക്കും ന്യൂഡൽഹി. മണിരത്നം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച കമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞാൽ ഷോലയാണ്. ഷോലയെ കഴിഞ്ഞാൽ ഞാൻ പറയും അത് ന്യൂഡൽഹിയാണ്. ഡെന്നിസ് ജോസഫും മണിരത്നമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഡെന്നിസ് ജോസഫ് പറഞ്ഞു ഞാനത് സമ്മതിക്കില്ല, ഞാൻ പറയും ഷോല തന്നെയാണ് നമ്പർ 1. അത് കഴിഞ്ഞാൽ മണിരത്നത്തിന്റെ കമലഹാസൻ അഭിനയിച്ച നായകനാണ് മികച്ച 2ാമത്തെ കമേഴ്ഷ്യൽ സിനിമ എന്ന് ഡെന്നിസ് ജോസഫും തമാശ രൂപേണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ന്യൂഡൽഹിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നിയ ഒരു കാര്യമാണ്. ന്യൂഡൽഹി നമുക്കറിയാം ഒരു ഇതേപോലെ ഒരു ജൂലൈ മാസത്തിലാണ്, ഇതിപ്പോൾ ഓഗസ്റ്റായി, ജൂലൈ ഒരു മാസത്തിലാണ് ന്യൂഡൽഹി റിലീസ് ചെയ്തത്. 87 എത്ര വർഷം, 38 വർഷമായിട്ട് ഇന്നും ആ സിനിമയ്ക്ക് ഒരു ഫ്രഷ് ഫീലാണ് ശരിക്കും പറയണം. നമുക്കൊരിക്കലും പുതുമ നഷ്ടപ്പെടാത്ത സിനിമകൾ എന്ന് നമ്മൾ പറയും. ചില സിനിമകൾ നമ്മൾ പറയും കാലത്തിന് മുമ്പേ സഞ്ചരിച്ചു, അല്ലെങ്കിൽ ഈ സിനിമ ചില സിനിമ നമ്മൾ കാണുമ്പോൾ 80കളിലൊക്കെ വളരെ ഹിറ്റായ സിനിമയായിരിക്കും. പക്ഷെ ഇന്ന് കാണുമ്പോൾ നമുക്ക് ആ സിനിമ ഓക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഓക്കെയാണ്, ഇന്ന് ചിലപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഇതെങ്ങനെ അന്ന് ഹിറ്റായി എന്നും തോന്നാം. ചിലപ്പോൾ അത് അന്നത്തെ കാലഘട്ടത്തിൽ സിനിമയായിരിക്കും. പക്ഷെ ന്യൂഡൽഹി അന്നും ഇന്നും ഒരു എന്താ പറയുക ഒരു ഫ്രഷ് ഫീൽ കിട്ടുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെയാണ് രാജാവിൻ്റെ മകനും. രണ്ടും ഏകദേശം നമുക്ക് രാജാവിൻ്റെ മകൻ പറഞ്ഞ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ സൂപ്പർ സ്റ്റാർ ആക്കിയ സിനിമ, ന്യൂഡൽഹി മമ്മൂക്കനെ ഒരു സൂപ്പർ സ്റ്റാറിലേക്ക് എത്തിച്ച ഒരു സിനിമ. അപ്പം രാജാവിൻ്റെ മകനും ന്യൂഡൽഹിയും എന്നും നമുക്ക് അതിൻ്റെ റൈറ്ററായ ഡെന്നിസ് ജോസഫിനെയും നമുക്ക് എന്നും കടപ്പെട്ടിരിക്കും മലയാള സിനിമ.